മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നീറ്റിൽ ഈ വർഷം കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടെന്ന് കേട്ടു. ശരിക്കും കുറഞ്ഞ കുട്ടികൾക്കല്ലേ സീറ്റ് കിട്ടുള്ളൂ? വിദേശത്ത് പോയിട്ട് MBBS ചെയ്യുന്നല്ലേ നല്ലത്? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട മുന്നേ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര സീറ്റാണ് കേരളത്തിൽ അവൈലബിൾ എന്നുള്ളതാണ്. ഏകദേശം ഒരു 4500 സീറ്റാണ് ഇവിടെ ഉള്ളൂ. ആകെ 3 ലക്ഷം കുട്ടികൾ നീറ്റ് എക്സാം എഴുതുന്നുണ്ട് ഈ വർഷം. അപ്പം 3 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുകയും അതിൽ ഏറ്റവും മികച്ച 4500 കുട്ടികൾക്കാണ് സീറ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ബാക്കി കുട്ടികൾ എന്ത് ചെയ്യും? നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. അവർക്ക് തീർച്ചയായിട്ടും വിദേശത്തിൽ ഉള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ എല്ലാം കൊണ്ടും ഫീസിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പഠനം അവർക്ക് നടത്താവുന്നതുള്ളൂ. ശരിക്കും ക്വാളിഫിക്കേഷൻ വെച്ച് അവിടെ പഠിച്ചാലും നമ്മുടെ നാട്ടിൽ പഠിച്ചാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പം ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റി WHO ഈ പറഞ്ഞ പോലെ NMC അതിൻ്റെ ഗൈഡൻസ് കൂടെയാണോ അത് പോകണമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ആ രാജ്യങ്ങളിലും വർക്ക് ചെയ്യണതാണ്. സാർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 13 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? അപ്പോൾ ശരിക്കും MBBS ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഏത് രാജ്യത്തൊക്കെ പോയി പഠിക്കുന്നതാണ് കൂടുതൽ? അങ്ങനെ പ്രിഫറൻസ് ഉണ്ടോ ഇന്നത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 13 കൊല്ലമായിട്ട് ഉള്ള സ്ഥാപനമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രീഫിക്സ് ചെയ്യാറില്ല. ഒരു കുട്ടി വരുന്നതിൻ്റെ മുന്നേ ഇന്ന കൺട്രിയിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റി കൊടുക്കണമെന്നില്ല. ആ കുട്ടിയുടെ ബഡ്ജറ്റും ആ കുട്ടിയുടെ കഴിവും മാർക്കും എല്ലാം അടിസ്ഥാനമാക്കി നമ്മളൊരു അസസ്മെൻറ്റ് നടത്തും. എന്നിട്ട് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയും കൺട്രിയും നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. 15 lakhs ഒരു 15 ലക്ഷം തൊട്ടിട്ട് ഒരു 1 crore വരെ ഉള്ള ബാൻഡ് വിത്തിലുള്ള ഓപ്ഷൻസ് കിട്ടും. ബഡ്ജറ്റ് വെച്ചിട്ടാണ് പിന്നെ അടുത്ത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഓപ്ഷൻസ് വൈഡാണ്. നമ്മളെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് കൺട്രികൾ, അതായത് ഇപ്പം പോളണ്ട്, ലിത്വേനിയ, ലാറ്റ്വിയ, ചൈന, ഉസ്ബെക്ക്, ചെക്ക്, അങ്ങനെ ഒരുപാട് കൺട്രി, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അവർ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുന്ന എല്ലാറ്റിനും കൂടെ, അതായത് ബഡ്ജറ്റിലാണെങ്കിലും ശരി, അവരുടെ അക്കാഡമിക്കിലാണെങ്കിലും ശരി, അതിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കൺട്രിയിലേക്ക് നമ്മൾ വഴികാട്ടി കൊടുക്കുന്നുള്ളതാണ്.